ഓം ശാന്തി 3/7/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഈ പരിധിയില്ലാത്ത നാടകത്തിൽ നിങ്ങൾ അത്ഭുതകരമായ അഭിനേതാക്കളാണ്. ഇത് അനാദി നാടകമാണ്. ഇതിൽ ഒരു മാറ്റവും വരിക സാധ്യമല്ല. സൃഷ്ടിയിലെ ഈ നാടകം വളരെ വളരെ വിപുലമായ പരിധിയില്ലാത്ത നാടകമാണ്. അവിനാശിയാണ്. അതായത് ഈ നാടകം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. കാരണം ഈ നാടകത്തിൽ എല്ലാ ആത്മാക്കളും പങ്കെടുക്കുന്നു. അങ്ങനെയുള്ള ഈ നാടകത്തിലെ ഹീറോ ഹീറോയിൻ അഭിനേതാക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഈ നാടകത്തിൻ്റെ തുടക്കം മുതലേ ഉള്ളവരാണ്. നമ്മൾ എല്ലാ തരത്തിലുള്ള പാർട്ടും അഭിനയിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളെ ഓൾറൗണ്ടർ എന്നും പറയുന്നു. ഏറ്റവും ആദ്യം തുടക്കത്തിൽ ഏത് ആത്മാക്കളാണോ വരുന്നത് അവർക്കനുസരിച്ചാണ് ഈ നാടകം മുന്നോട്ട് പോകുന്നത്. അതിനാൽ ബാബ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഓരോരുത്തരും വണ്ടർഫുള്ളായിട്ടുള്ള അഭിനേതാക്കളാണ്. ഇത് അനാദിയായ നാടകമാണ്. അതായത് എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഓരോ ആത്മാവിൻ്റെയും പാർട്ട് ഫിക്സാണ്. അവരേത് സമയം എന്ത് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇതിലൊരു മാറ്റവും വരിക സാധ്യമല്ല. ചോദ്യം: ബുദ്ധിമാനായ ദീർഘവീക്ഷണമുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഏത് ഗൂഹ്യ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഉത്തരം: മൂലവതനം മുതൽ മുഴുവൻ ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ എന്ത് ഗഹനമായ രഹസ്യമാണോ അത് ദീർഘവീക്ഷണമുള്ള കുട്ടികൾ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും മുഴുവൻ ജ്ഞാനം അവരുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കും. അവർക്കറിയാം, ഈ പരിധിയില്ലാത്ത നാടകത്തിൽ ആത്മാവാകുന്ന അഭിനേതാവ് ഈ വസ്ത്രം ധരിച്ച് പാർട്ട് അഭിനയിക്കുന്നു. ഇത് സത്യയുഗം മുതൽ കലിയുഗം വരെയുള്ള പാർട്ട് അഭിനയിക്കണം. ഒരാക്ടറിനും ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോകാൻ സാധിക്കില്ല. ബാബയുടെ കുട്ടികളിൽ ആരാണോ ബുദ്ധിമാനായിട്ടുള്ളത്, ദീർഘവീക്ഷണമുള്ളവർ, അവർക്ക് മനസ്സിലാകുന്നത് ഈ ഡ്രാമയുടെ രഹസ്യത്തെക്കുറിച്ചാണ്. മൂലവതനം മുതൽ ഈ മുഴുവൻ ഡ്രാമയുടെയും തുടക്കം എങ്ങനെയിരുന്നു, പിന്നെന്ത് സംഭവിച്ചു, അവസാനം എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഗഹനമായ അറിവ് ആ കുട്ടികൾക്കുണ്ടായിരിക്കും. ഇത് ദീർഘവീക്ഷണമുള്ളവർക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് വിത്തിനെക്കുറിച്ചും, അതായത് ബാബയെക്കുറിച്ചും ഈ സൃഷ്ടിയുടെ എല്ലാ ജ്ഞാനത്തെക്കുറിച്ചും അവരുടെ ബുദ്ധിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അവർക്കറിയാം, ഈ പരിധിയില്ലാത്ത നാടകത്തിൽ ആത്മാവ് ശരീരമാകുന്ന വസ്ത്രം ധരിച്ച് അതിലൂടെ ഓരോ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. ഓരോ കഥാപാത്രവും പല പല വേഷം ധരിക്കുന്നു. അമ്മയുടെ, അച്ഛൻ്റെ, സഹോദരൻ്റെ, സഹോദരിയുടെ, മകൻ്റെ, മകളുടെ, ഇങ്ങനെ പലതരത്തിലുള്ള വലുതും ചെറുതുമായ ഭാഗം അഭിനയിക്കുന്നു. ഇത് സത്യയുഗം മുതൽ അവസാനം കലിയുഗം വരെയും ഇങ്ങനെ പാർട്ട് അഭിനയിക്കണം. ഇതിനിടയിൽ ഒരഭിനേതാവിനും എനിക്ക് ഈ നാടകം മതിയായി എന്ന് പറഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുക എന്നത് സാധ്യമല്ല. ആർക്കും തിരിച്ചു വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. ഈ നാടകം തീരുമ്പോൾ മാത്രം എല്ലാവരും ഒന്നിച്ച് തിരിച്ചു പോകുന്നു. ഗീതം: നിങ്ങൾ രാത്രി നഷ്ടപ്പെടുത്തി, പകൽ ഭക്ഷിച്ച് നഷ്ടപ്പെടുത്തി, വജ്രസമാനമായ ജീവിതം കക്കയ്ക്ക് സമാനമായി തീർന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബുദ്ധിയെ ജ്ഞാനചിന്തനത്തിൽ ബിസിയാക്കി വയ്ക്കുന്ന ശീലമിടണം. എപ്പോൾ സമയം ലഭിക്കുന്നുവോ ഏകാന്തതയിൽ പോയി
വിചാരസാഗര മന്ഥനം ചെയ്യണം. ബാബയെ ഓർമ്മിച്ച് സത്യമായ സമ്പാദ്യം ശേഖരിക്കണം. 2. ദൂരാദേശിയായി ഈ പരിധിയില്ലാത്ത നാടകത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. എല്ലാ പാർട്ട്ധാരികളുടെയും പാർട്ട് സാക്ഷിയായി കാണണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തൻ്റെ ബുദ്ധിയെ ഒരിക്കലും കാലിയാക്കി വെക്കരുത്. കാലിയായ മനസ്സും ബുദ്ധിയും ചെകുത്താൻ്റെ പണിശാലയാണ് എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ബാബയുടെ കുട്ടികൾ മായയുടെ വലിയ ഒരു ആകർഷണമാണ്. അതിനാൽ മായയെ ഒരിക്കലും ബുദ്ധിയെ ബാധിക്കാൻ സമ്മതിക്കരുത്. ബുദ്ധി സദാ ജ്ഞാനത്തിൻ്റെ മനനത്തിൽ തന്നെ ബിസിയാക്കി വെക്കണം. സമയം കിട്ടുമ്പോൾ ഏകാന്തമായി ഇരുന്ന് വിചാരസാഗര മന്ഥനം ചെയ്യണം. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് സത്യമായ സമ്പാദ്യം ശേഖരിക്കണം. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ദീർഘവീക്ഷണമുള്ളവരാകണം. ദീർഘവീക്ഷണമുള്ളവർ എന്നാൽ ഇപ്പോഴത്തെ വർത്തമാന സമയം മാത്രമല്ല, കഴിഞ്ഞുപോയ കാലത്തിൽ എന്തായിരുന്നു, ഇപ്പോഴെന്താണ്, ഇനി എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള വീക്ഷണമുള്ളവരായിരിക്കും. ഇങ്ങനെ വീക്ഷണമുള്ളവരാകുന്നതിന് പരിധിയില്ലാത്ത നാടകത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. ഓരോ പാർട്ട്ധാരിക്കും ഈ വിശ്വനാടകത്തിൽ അവരവരുടേതായ പാർട്ടുണ്ട്. അത് നാം സാക്ഷിയായി കാണണം. അതെന്തുകൊണ്ട്, എന്തിന് തുടങ്ങിയ ചോദ്യങ്ങളുടെ വലയിൽ പെട്ടുപോകരുത്. വരദാനം മധുരതയുടെ വരദാനത്തിലൂടെ സദാ മുന്നേറുന്ന ശ്രേഷ്ഠാത്മാവായി ഭവിക്കട്ടെ. മധുരത ഒരു വിശേഷ ധാരണയാണ്. കൈപ്പേറിയ ഭൂമിയെയും മധുരമാക്കി മാറ്റുന്നു. ആർക്കാണെങ്കിലും 2 നിമിഷം മാധുര്യം നിറഞ്ഞ ദൃഷ്ടി നൽകൂ. മധുരമായ സംസാരം സംസാരിക്കൂ. എങ്ങനെയുള്ള ആത്മാവിനും സദാകാലത്തേക്ക് നിറയ്ക്കാൻ സാധിക്കും. 2 നിമിഷത്തെ മധുരമായ ദൃഷ്ടി അല്ലെങ്കിൽ സംസാരം ആ ആത്മാവിൻ്റെ സൃഷ്ടി തന്നെ മാറ്റുന്നു. താങ്കളുടെ 2 മധുര സംസാരവും സദാകാലത്തേക്ക് അവരെ മാറ്റുന്നതിന് നിമിത്തമായി തീരും. ഇതിനാൽ മധുരതയുടെ വരദാനം സദാ ഒപ്പം വയ്ക്കണം. സദാ മാധുര്യമുള്ളവരായിരിക്കണം. സർവരെയും മാധുര്യമുള്ളവരാക്കണം. മധുരത എന്ന ഗുണം വളരെ വിശിഷ്ടമായ ഗുണമാണ്. ഇത് ജീവിതത്തിൽ ധാരണ ചെയ്യുന്നതിലൂടെ എത്ര കൈപ്പേറിയ ഭൂമിയായാലും അതിനെ മധുരം നിറഞ്ഞതാക്കാൻ സാധിക്കും. മാധുര്യം നിറഞ്ഞ ദൃഷ്ടിയിലൂടെ, മാധുര്യം നിറഞ്ഞ സംസാരത്തിലൂടെ ആത്മാക്കളെ സദാകാലത്തേക്ക് നിറവുള്ളവരാക്കാൻ സാധിക്കും. അവരുടെ തന്നെ സൃഷ്ടിയെ മാറ്റാനും സാധിക്കും. അവരിൽ മാറ്റമുണ്ടാക്കുന്നതിന് നിമിത്തമായി തീരും. ഇതിനാൽ മാധുര്യം എന്ന വരദാനം സദാ ഒപ്പം വയ്ക്കണം. സദാ മധുരമുള്ളവരായിരിക്കണം. മറ്റുള്ളവർക്കും മാധുര്യം വിതരണം ചെയ്യണം. അവരെയും മാധുര്യമുള്ളവരാക്കണം. സ്ലോഗൻ: ഓരോ പരിതസ്ഥിതിയിലും കൂട്ടായിരിക്കൂ, എങ്കിൽ രഹസ്യയുക്തരായിത്തീരും. ആരാണോ ഏതു പരിതസ്ഥിതിയിലും കൂട്ടായി അല്ലെങ്കിൽ തൃപ്തരായി സന്തുഷ്ടരായി ഇരിക്കുന്നത്, അവർക്കാണ് രഹസ്യയുക്തരാകാൻ സാധിക്കുന്നത്. ഓരോ പരിതസ്ഥിതിയും അതെത്ര തന്നെ കാഠിന്യം നിറഞ്ഞതായാലും അതിൽ എനിക്ക് നന്മ മാത്രമേ വരുള്ളൂ എന്ന രഹസ്യം നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പരിതസ്ഥിതിയിലും നമുക്ക് കൂട്ടായിരിക്കാൻ അല്ലെങ്കിൽ രഞ്ജിപ്പോടെ ഇരിക്കാൻ സാധിക്കും. ഇതിനെ തന്നെയാണ് രഹസ്യയുക്തരാകുക എന്ന് പറയുന്നത്. ഓം ശാന്തി.